നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിളായിട്ടൊരു സ്ട്രെച്ചിങ് എക്സർസൈസാണ്. നമ്മുടെ ഹാംസ്ട്രിങ് മസിൽ ലൂസ് ആകാനുള്ള സിമ്പിളായിട്ടൊരു എക്സർസൈസ്. ഇതുപോലെ ഒരു ടേബിൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ടേബിളിൻ്റെ അരികിൽ ഇതുപോലെ നിൽക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ കാൽപ്പത്തി എടുത്ത് ടേബിളിലേക്ക് വയ്ക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ എടുത്ത് മുകളിലേക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ടോസ് ആ എഡ്ജിന് വയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ആ കാലിൻ്റെ ഹീലെടുത്ത് മുകളിലേക്ക് വയ്ക്കുക. ഹീലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടോസ് ഫേസ് ചെയ്തിരിക്കണം. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഇത്തിരി ഇൻറ്റൻസീവ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യോഗ ബ്ലോക്ക് യൂസ് ചെയ്യുക. ഇതുപോലെ ബ്ലോക്സ് വാങ്ങിക്കാൻ കിട്ടും. ബ്ലോക്സ് യൂസ് ചെയ്യുക. ഇതുപോലെ എടുത്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ എടുത്ത് കാല് ബ്ലോക്കിൻ്റെ മുകളിലോട്ട് വയ്ക്കുന്നു. താഴെ ഇരിക്കുന്ന കാല് ഒറ്റ ലൈനായിരിക്കണം. ഒരിക്കലും ഇതുപോലെ തിരിച്ചൊന്നും വെക്കരുത്. ഒറ്റ ലൈനായിരിക്കണേ. എന്നിട്ട് നമ്മൾ ശ്വാസം എടുത്ത് കൈ ഇതുപോലെ ഉയർത്തുന്നു. നോട്ടം നേരെ ഇരിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക് ബെൻഡ് ചെയ്യുക. നോട്ടം നേരെ മുന്നിലേക്ക് ബെൻഡ് ചെയ്യണം. മാക്സിമം ബെൻഡ് ചെയ്യുക കേട്ടോ. ശ്വാസം എടുത്ത് ഇതുപോലെ ഉയർത്തുക. വീണ്ടും ശ്വാസം വിട്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ റൗണ്ട് ബാക്കായിട്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്യരുത്. ചെസ്റ്റ് മുന്നിലേക്ക് പുഷ് ചെയ്തിട്ട് നോട്ടം നേരെ ആയിക്കൊണ്ട് വേണം മുന്നിലോട്ട് ബെൻഡ് ചെയ്യാൻ. കാലിൻ്റെ വിരലിൽ പിടിക്കാം, അല്ലെങ്കിൽ ഷിൻ ബോണിൽ പിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ടേബിളിൽ പിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങളുടെ ആ ഒരു ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഒത്തിരി പുഷ് ചെയ്യേണ്ട. ഓർക്കുക, ഒരിക്കലും റൗണ്ട് ബാക്ക് ചെയ്യരുത്. ഓക്കെ, ഇനി ഇത് ആർക്കൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ നമുക്ക് നടുവ് വേദന, അതുപോലെ തന്നെ നമുക്ക് ഡിസ്കിന് പ്രോബ്ലംസ് ഉള്ളവർ, ഹിപ്പ് ജോയിൻസിന് പ്രശ്നമുള്ളവർ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങളൊന്നും വരത്തില്ല. നമ്മുടെ കാലിലെ മസിൽസ് നല്ലപോലെ ഫ്ലെക്സിബിളാവും. അതോടൊപ്പം തന്നെ എല്ലാ ഞരമ്പുകളും നല്ലപോലെ വലിയുകയും ചുരുങ്ങുകയൊക്കെ ചെയ്യും. ഏറ്റവും നല്ലൊരു എക്സർസൈസാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യോഗയിൽ ഹനുമനാസനം, ലെഗ് സ്പ്ലിറ്റിംഗ്, അതുപോലെ തന്നെ ഉത്തിത പാദാങ്കുഷ്ടാസനം, ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ആസനാസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ബേസിക് ആയിട്ടൊരു എക്സർസൈസാണിത്. ഇത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അത് ഓരോ ദിവസം ചെല്ലും തോറും മീൻസ് ഒരാഴ്ച ഇപ്പോൾ നിങ്ങൾ ടേബിളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ടേബിളാണ് ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലോക്ക് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ആഴ്ച ഒരു ബ്ലോക്ക് കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ ഓരോ ബ്ലോക്കുകൾ ആഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തുമാത്രം ഉയരത്തിൽ കാൽ ഉയർത്താൻ പറ്റുമോ അതുപോലെ ഉയരത്തിൽ ഉയർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായിട്ട് എഴുതുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.